ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. പെസ്റ്റിന്റെ അറ്റാക്ക് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്രോപ്സ് വളരെയധികം ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഫാമേഴ്സിന് പെസ്റ്റിനെ എല്ലാത്തിനെയും നമുക്കത് കില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പെസ്റ്റിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ പോപ്പുലേഷനെ ബാധിക്കാത്ത രീതിയിൽ പെസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി അതിന്റെ എല്ലാ പെസ്റ്റിനെയും നമുക്ക് കില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻലി മൾട്ടിപ്ലിക്കേഷനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, കൺട്രോൾ ചെയ്താൽ മതി. ആൻഡ് ഓൾസോ ഇവിടെ മെക്കാനിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ്, അതായത് നെറ്റ്സ് വെച്ചിട്ടും ട്രാപ്സ് വെച്ചിട്ടും പെസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എല്ലാ പെസ്റ്റിനെയും അതിനെ ബാധിക്കുന്നില്ല. ദെൻ യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇൻവെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള പെസ്റ്റിസിനെ ഒന്നും നമുക്ക് ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല, അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ബാധിക്കുന്നില്ല. ആൻഡ് ഓൾസോ റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് സീഡ്, അതായത് ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള സീഡ്സ്, അതേപോലെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സീഡ്സിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, പെസ്റ്റിന്റെ അറ്റാക്കിനെ വളരെയധികം അവിടെ റെഡ്യൂസ് ചെയ്യാനും പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് കിട്ടുന്ന ക്രോപ്സ് വളരെയധികം ഹൈ ഈൽഡ് തരുന്നതും അതേപോലെ ഹൈ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സും ആയിരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് സ്മാർട്ട് ഫാമിംഗ്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ സ്മാർട്ട് ഫാമിംഗ് വളരെയധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പണ്ടത്തെ പോലെയല്ല, ഇന്ന് ഇപ്പോൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ സപ്ലൈ, വാട്ടർ ഇൻടേക്ക്, പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും പരിഹരിക്കാനായിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. സ്മാർട്ട് ഫാമിംഗിൽ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഫസ്റ്റ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI-യിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും ത്രൂ അതിന്റെ ഇമേജ് ഷെയർ ചെയ്യുക, പ്ലാന്റ്സിന്റെ ആൻഡ് ഓൾസോ ഡാറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്ലാന്റ്സിന്റെ നീഡ്സ് എന്താണ്, അവിടെ പ്ലാന്റ്സിന് എന്താണ് കുറവ് എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ. ഇനി രണ്ടാമത്തെ ഇന്റർനെറ്റ് ഓഫ് തിങ്സിലൂടെ നമുക്ക് സെൻസേഴ്സ്, അതേപോലെ മോയ്സ്ചർ, ഫെർട്ടിലിറ്റി ആൻഡ് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ, ഈ 4 ഘടകങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോയിലിന്റെയും അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെയും ഒക്കെ നീഡ്സ് എന്താണ്, ഇപ്പം ന്യൂട്രിയൻ സപ്ലൈന്റെ ആവശ്യമുണ്ടോ, വാട്ടർ ഇൻടേക്കിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും ത്രൂ ഇന്റർനെറ്റ് ഓഫ് തിങ്സിലൂടെ. ഇനി നെക്സ്റ്റ് ആണ് ഹൈഡ്രോപോണിക്സ് ആൻഡ് ഹെയറോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് നമ്മൾ ഈ ന്യൂട്രിയൻ സൊല്യൂഷനിൽ പ്ലാന്റ്സിനെ എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യാണ്. സോ ആ ന്യൂട്രിയൻ സൊല്യൂഷനിൽ സെൻസേഴ്സിനെ അറ്റാച്ച് ചെയ്യും. അതേപോലെ തന്നെയാണ് എയറോപോണിക്സിലും. സോ ഈ ഒരു സെൻസേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ തന്നെ ഈ ഒരു ന്യൂട്രിയൻ സപ്ലൈ പ്രോപ്പർ ആയിട്ട് ഈ പ്ലാന്റ്സിന് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താണ് ഇവിടെ ചെയ്യുന്നത്. ഇതോടൊപ്പം നമുക്ക് ആ പ്ലാന്റ്സിന്റെ ഓരോരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഹൈ ഈൽഡ് തരാൻ പറ്റും ക്രോപ്സിന്. ആൻഡ് ഓൾസോ ഫാമേഴ്സിന് ഓൾസോ ലോസ് വളരെയധികം കുറവായിരിക്കും. ബിക്കോസ് ഈ ഒരു സ്മാർട്ട് ഫാമിങ്ങിലൂടെ പ്ലാന്റ്സിന്റെ ഒട്ടുമിക്ക പ്രോബ്ലംസും നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു സ്മാർട്ട് ഫാമിംഗ് വളരെയധികം ഇന്നത്തെ കാലത്ത് അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്.